ശ്രീമന്നാരായണീയം 61 ദശകം. ബ്രാഹ്മണ പത്നിമാരുടെ മോക്ഷസിദ്ധി. കർമ്മനിഷ്ഠരായ ബ്രാഹ്മണരുടെ അജ്ഞാനവും പശ്ചാത്താപവും എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. തതശ്ച വൃന്ദാവനതോദിദൂരതോ വനം ഗതസ്ഥം ഖലു ഗോപഗോകുലേ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. ഗോപിമാരെ അനുഗ്രഹിച്ചതിന് ശേഷം അങ്ങ് ഭക്തകുല മൗലിമണികളായ ബ്രാഹ്മണ പത്നിമാരുടെ സംഘത്തെ അനുഗ്രഹിക്കാനുള്ള ഉദ്ദേശത്തോടെ ഗോപന്മാരും ഗോസമൂഹങ്ങളുമൊത്ത് വൃന്ദാവനത്തിൽ നിന്നും ബഹുദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വനപ്രദേശത്തേക്ക് പോയി. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീതി വിയാചനായ താൻ. യാതൊരു ശരണവുമില്ലാത്ത ആ വനത്തിൽ വെച്ച് സഹഗാമികളായ ഗോപാലബാലകർ വിശപ്പും ദാഹവും മൂലം തളർന്നുപോയി. അവരുടെ അവശത കണ്ട അങ്ങ് അവരെ അല്പമകലെയായി അതിശ്രദ്ധയോടെ യാഗമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ബ്രാഹ്മണരുടെ അരികിലേക്ക് അന്നം ചോദിച്ചു വാങ്ങുവാൻ വേണ്ടി നിയോഗിച്ചു. ഗതേഷ്വധോതേഷ്വവിദ്ധായ തേ പിതാം കുമാരകേശോദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിരാഹ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചുദുദൂഛ മഹീസുരോത്തമ. ഹേ പ്രഭോ, അന്നം യാചിക്കുവാൻ പോയ കുമാരന്മാർ അങ്ങയുടെ നാമം പറഞ്ഞ് ചോറ് യാചിച്ചപ്പോൾ സർവശ്രേഷ്ഠരെന്ന് അഭിമാനിക്കുന്ന ബ്രാഹ്മണർ അത് കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിച്ചു. അവർ മറുപടിയായി ഒന്നും പറഞ്ഞില്ല. അനാദരാൽ ഖിന്നധിയോ ഹി ബാലക സമായയുരുക്തമിദം ഹി യജുസു ചിരാദഭക്ത ഖലു തേ മഹീസുര കഥം ഹി ഭക്തം ത്വയിതൈ സമർപ്യതേ. തങ്ങളുടെ യാചന അനാദരിക്കപ്പെട്ടതുകൊണ്ട് ഖിന്നരായി ബാലകന്മാർ മടങ്ങിപ്പോന്നു. കർമ്മനിഷ്ഠരായ ബ്രാഹ്മണന്മാർക്ക് ചേർന്നത് തന്നെയാണ് അവർ ചെയ്തത്. കർമ്മനിരതരായിരിക്കയാൽ അവർ വളരെ കാലമായി ഭക്തിയില്ലാത്തവരാണല്ലോ. അതുകൊണ്ട് അവർ എങ്ങനെ അങ്ങേക്ക് അന്നമർപ്പിക്കും? നിവേദയത്വം ഗൃഹിണി ജനായ മാം ദിശേയുരുന്നം കരുണാകുലായിമ ഇതി സ്മിതാർദ്രം ഭവതോദിതാഗത സ്ഥേതാരകാധാരജനം യയാചിരേ. ബ്രാഹ്മണ പത്നിമാരോട് എൻ്റെ പേരിൽ അന്നം യാചിക്കുവിൻ. കരുണാമയികളായ അവർ നിശ്ചയമായും നൽകും. എന്നിപ്രകാരം മന്ദസ്മിതാർദ്രതയോടുകൂടി അങ്ങ് പറഞ്ഞപ്പോൾ ഗോപാല ബാലകർ ബ്രാഹ്മണ സ്ത്രീകളുടെ അരികിൽ ചെന്ന് അന്നം യാചിച്ചു. ഗൃഹീതനാംനീ ത്വയി സംഭ്രമാകുല ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യത ചിരം ധൃതത്തുൽ പ്രവിലോകനാഗ്രഹ സ്വകൈർനിരുദ്ധ അഭിതൂർണമായയു. അങ്ങയുടെ നാമം കേട്ടയുടനെ ചിരകാലമായി അങ്ങയെ ദർശിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ സ്ത്രീകൾ പരിഭ്രാന്തിയാൽ വിവശരായി ചതുർവിധ വിഭവങ്ങളടങ്ങിയ സ്വാദിഷ്ട ഭോജ്യങ്ങളെടുത്ത് ഭർത്താക്കന്മാരുടെ നിഷേധത്തെ മാനിക്കാതെ വേഗത്തിൽ അവർ അങ്ങയുടെ അരികിലെത്തി. വിലോലപിഞ്ചം ചിഗുരേ കപോലയോ സമുല്ലസൽകുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃതം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തത.
കേശഭാരത്തിൽ ഇളകുന്ന മയിൽപ്പീലി ചൂടിയും കവിളുകളിൽ പ്രതിബിംബിക്കുമാറ് പ്രഭാപൂരിതമായ കുണ്ഡലങ്ങൾ അണിഞ്ഞും നേത്രങ്ങളിൽ സ്നേഹാർദ്രത വഴിഞ്ഞും സ്നേഹിതനായ ഗോപബാലകന്റെ തോളിൽ വലങ്കയർപ്പിച്ചും സ്ഥിതി ചെയ്യുന്ന അങ്ങയെ ആ ബ്രാഹ്മണ പത്നിമാർ ഭക്തിപൂർവം സമാലോകനം ചെയ്തു. തഥാച കാഞ്ചിത്തമുപാഗമോദ്യത ഗൃഹീതഹസ്താദൈതേന യജ്ജന തദൈവ സഞ്ജിന്യ ഭവന്തമഞ്ജസ വിവേശ കൈവല്യമഹോകൃതിന്യസൗ. അങ്ങയുടെ സന്നിധാനത്തിലെത്താൻ ഉദ്യമിച്ച ആ ഒരു ബ്രാഹ്മണവധു യാഗം ചെയ്യുന്ന സ്വഭർത്താവിനാൽ കൈക്ക് പിടിച്ച് തടയപ്പെട്ടപ്പോൾ അവൾ അങ്ങയെ ധ്യാനിക്കുകയും പെട്ടെന്ന് സായുജ്യമാർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അത്ഭുതം! അവൾ പുണ്യവതി തന്നെ. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനഃ സ്തോതംഗസംഗ പ്രഹയോച്ഛ ദീർഘം വിലോക്യയജ്ഞായ വിസർജയന്നിമ ഭർത്തൃനപിതാസ്വഗർഹണാൻ. ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങ് ആദരവോടെ സ്വീകരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങയുടെ ശരീരസ്പർശനത്തിലുള്ള അഭിലാഷത്താൽ ഭർത്താവിനെയും ഗൃഹത്തെയും ഉപേക്ഷിച്ചവരാണ് അവരെന്ന് മനസ്സിലാക്കിയ അങ്ങ് അവരെ യജ്ഞത്തിനു വേണ്ടി തിരിച്ചയക്കുകയും ഭർത്താക്കന്മാർക്ക് ദോഷചിന്തയില്ലാതാക്കുകയും ചെയ്തു. നിരൂപ്യ ദോഷം നിജമങ്കനാജനെ വിലോക്യ ഭക്തിഞ്ച പുനർവിചാരിഭി പ്രബുദ്ധ തത്തൈസ്തമഭിഷ്ടുതോ ദ്വിജൈർമരുൾ പുരാധീശ നിരുന്ധി മേഘതാൻ. പത്നിമാർ മടങ്ങിയെത്തുകയും യജ്ഞം സമാപ്തമാവുകയും ചെയ്തതിനു ശേഷം ബ്രാഹ്മണ പുരുഷന്മാർ നിരന്തര ചിന്ത ചെയ്തു തത്വപ്രബുദ്ധത നേടി തങ്ങളുടെ ദോഷവും പത്നിമാരുടെ കൃഷ്ണഭക്തിയും കണ്ടറിഞ്ഞ് അപരാധബോധത്താൽ അങ്ങയെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.